രാജ്യത്ത് എല്ലായിടത്തും ഉപയോഗിക്കാവുന്ന ഏകീകൃത വാഹന രജിസ്ട്രേഷൻ സംവിധാനമാണ് BH അഥവാ ഭാരത് സീരീസ് രജിസ്ട്രേഷൻ. ഇന്ത്യയിൽ വിവിധ സംസ്ഥാനങ്ങളിലൂടെ സഞ്ചരിക്കുന്ന യാത്രക്കാർക്ക് വലിയൊരു ആശ്വാസം തന്നെയാണ് ഭാരത് സീരീസ് നമ്പർ പ്ലേറ്റുകൾ. കാരണം നിലവിൽ ഓരോ സംസ്ഥാനത്തും രജിസ്റ്റർ ചെയ്യുന്ന വാഹനങ്ങൾ ജോലിയോ മറ്റെന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടോ മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകുമ്പോൾ റീ രജിസ്ട്രേഷൻ ആവശ്യമായി വരാറുണ്ട്. ഇത് ഒഴിവാക്കാൻ വേണ്ടിയാണ് BH സീരീസ്. ഇപ്പോഴിതാ BH സീരീസ് അഥവാ ഭാരത് സീരീസ് പ്രകാരം രജിസ്റ്റർ ചെയ്യുന്ന വാഹനങ്ങൾക്കും കേരള വാഹന നികുതി നിയമപ്രകാരമുള്ള വാഹന നികുതിയാണ് ബാധകമെന്ന് അറിയിച്ചിരിക്കുകയാണ് ഹൈക്കോടതി. BH സീരീസ് പ്രകാരം വാഹനം രജിസ്റ്റർ ചെയ്യാൻ അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ട് സമർപ്പിച്ച ഒരു കൂട്ടം ഹർജികൾ അനുവദിച്ച ഉത്തരവിലാണ് ജസ്റ്റിസ് DK സിംഗ് ഇക്കാര്യം വ്യക്തമാക്കിയത്. 2021 കേന്ദ്ര ഗതാഗത മന്ത്രാലയം ഭാരത് സീരീസ് നടപ്പാക്കുന്നത്. സംസ്ഥാന രജിസ്ട്രേഷനുള്ള വാഹനങ്ങൾ ഒരു വർഷത്തിലധികം മറ്റൊരു സംസ്ഥാനത്തിൽ ഓടിക്കാൻ രജിസ്ട്രേഷൻ മാറ്റേണ്ടതായുണ്ട്. ഇതുകൊണ്ടാണ് ഒന്നിലേറെ സംസ്ഥാനങ്ങളിൽ ജോലി ചെയ്യുന്ന കേന്ദ്ര സർക്കാർ ജീവനക്കാർ അടക്കമുള്ള വാഹന ഉടമകൾ BH രജിസ്ട്രേഷൻ അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയെ സമീപിച്ചത്. 4 അതിലധികമോ സംസ്ഥാനങ്ങളിൽ ഓഫീസുള്ള സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് BH സീരീസിൽ വാഹനം രജിസ്റ്റർ ചെയ്യാനാകും. നികുതി 2 വർഷത്തേക്കാണ് അടയ്ക്കേണ്ടത്. ഇത്തരം രജിസ്ട്രേഷൻ സംസ്ഥാനത്ത് അനുവദിക്കുന്നില്ല. നികുതി നിശ്ചയിക്കാനുള്ള അധികാരം സംസ്ഥാനങ്ങൾക്കാണ് എന്നതടക്കമുള്ള കാരണങ്ങളുടെ പേരിലാണ് സംസ്ഥാന സർക്കാർ അനുവദിക്കാതിരുന്നത്. ഇതിന് വിരുദ്ധമായി കേന്ദ്ര സർക്കാർ ചട്ടങ്ങൾ രൂപവത്കരിച്ചത് തെറ്റാണെന്നും വാദിച്ചു. തുടർന്നാണ് കേരള വാഹന നികുതി നിയമമാണ് നികുതിയുടെ കാര്യത്തിൽ ബാധകമെന്ന് വ്യക്തമാക്കി ഹർജിക്കാർക്ക് BH രജിസ്ട്രേഷൻ അനുവദിക്കാൻ സിംഗിൾ ബെഞ്ച് ഉത്തരവിട്ടത്. സംസ്ഥാന കേന്ദ്ര സർക്കാർ ജീവനക്കാർ, പ്രതിരോധ മേഖലയിലെ ജീവനക്കാർ, ബാങ്ക് ജീവനക്കാർ കൂടാതെ 4 അല്ലെങ്കിൽ അതിലധികം സംസ്ഥാനങ്ങളിലോ കേന്ദ്രഭരണ പ്രദേശങ്ങളിലോ ഓഫീസുകളുള്ള സ്വകാര്യ കമ്പനികളിലെ ജീവനക്കാർ എന്നിവർക്ക് BH സീരീസ് നമ്പർ പ്ലേറ്റ് തിരഞ്ഞെടുക്കാൻ അർഹതയുണ്ട്. വാഹനത്തിൽ BH സീരീസ് നമ്പർ പ്ലേറ്റ് ഉണ്ടെങ്കിൽ ആർക്കും ഒന്നിലധികം സംസ്ഥാനങ്ങളിൽ സഞ്ചരിക്കാൻ സാധിക്കും. ഏറ്റവും പ്രധാനമായി ഒരു സംസ്ഥാനത്ത് നിന്ന് മറ്റൊന്നിലേക്ക് സ്ഥലം മാറുമ്പോൾ വാഹനം വീണ്ടും രജിസ്റ്റർ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഇത് സമയം, പണം, പേപ്പർ വർക്ക് എന്നിവ ലാഭിക്കുന്നു. BH നമ്പർ പ്ലേറ്റ് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും സാധുവാണ്. കൂടാതെ 2 വർഷത്തേക്കോ അതിന്റെ ഗുണിതങ്ങളായോ, അതായത് 4, 6, 8 വർഷം റോഡ് നികുതി അടയ്ക്കാം. വാഹനത്തിന്റെ എക്സ്ഷോറൂം വിലയ്ക്ക് അനുസരിച്ചാണ് BH സീരീസ് നമ്പർ പ്ലേറ്റ് ലഭിക്കുന്നതിനുള്ള ഫീസ് നിശ്ചയിച്ചിരിക്കുന്നത്. ഇലക്ട്രിക് വാഹനങ്ങൾക്ക് 6% മുതൽ 20 ലക്ഷത്തിന് മുകളിലുള്ള പെട്രോൾ അല്ലെങ്കിൽ ഡീസൽ കാറുകൾക്ക് 12% വരെയായി ഈ ഫീസ് വ്യത്യാസപ്പെട്ടേക്കാം. ആദ്യത്തെ ചെലവ് കൂടുതലായി തോന്നിയേക്കാം. എന്നാൽ പുതിയ സംസ്ഥാനത്തേക്ക് വാഹനം മാറ്റുമ്പോൾ റോഡ് ടാക്സ് അടയ്ക്കേണ്ട ആവശ്യം വരുന്നില്ല. ഇതിലൂടെ ദീർഘകാലാടിസ്ഥാനത്തിൽ ഗണ്യമായ ലാഭം നേടാൻ സഹായിക്കും. സ്ഥലം മാറി താമസിക്കുന്നവർക്കും ഈ സംവിധാനം വളരെ ഉപകാരപ്രദമാണ്. റോഡ് ഗതാഗത ഹൈവേ മന്ത്രാലയത്തിന്റെ വാഹന പോർട്ടൽ വഴി സ്വയം അപേക്ഷിച്ചോ വാഹന ഡീലറെ സമീപിച്ചോ ഭാരത് സീരീസ് നമ്പർ പ്ലേറ്റ് ലഭിക്കും. ഡീലർ നിങ്ങളുടെ പേരിൽ ഫോം 20 പൂരിപ്പിച്ച് അപേക്ഷിക്കുകയാണ് ചെയ്യുക. സ്വകാര്യ മേഖലയിലെ ജീവനക്കാർ ഫോം 60, അതായത് വർക്കിംഗ് സർട്ടിഫിക്കറ്റ്, ജീവനക്കാരുടെ ID എന്നിവ സമർപ്പിക്കേണ്ടതാണ്. സർക്കാർ ജീവനക്കാർക്ക് ഔദ്യോഗിക ID കാർഡിന്റെ പകർപ്പ് നൽകേണ്ടതുണ്ട്. നിശ്ചിത ഫീസും മോട്ടോർ വാഹന നികുതിയും ഓൺലൈനായി അടയ്ക്കുകയും വേണം. തുടർന്ന് RTO ഉടമയുടെ യോഗ്യത സംബന്ധിച്ച വിശദാംശങ്ങൾ പരിശോധിക്കും. യോഗ്യതയുണ്ടെങ്കിൽ RTO BH സീരീസ് നമ്പർ പ്ലേറ്റ് അനുവദിക്കുന്നതിനുള്ള അംഗീകാരം നൽകും.